എന്താ മനുഷ്യ രാവിലെ തന്നെ തൊള്ള തുറന്ന് കിടന്ന് അലറുന്നത്? ആ കാപ്പിയും ചായയൊക്കെ കുടിച്ച് പത്രവും വായിച്ച് ഇവിടെ ഇരുന്നോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എന്ത് ചോദ്യമാടി ഇത്? നിന്റെ ബർത്ത്ഡേ ഞാൻ മറക്കുമോ? അപ്പൊ അത് ശരി, അതും നിങ്ങൾ മറന്ന്. പിന്നെ എന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമല്ലേ? വല്ല പിരിവാണോ? അതൊന്നും അല്ല, ഭവന സന്ദർശനം മാത്രം വരുന്ന. അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരവധി ദിവസമായിട്ട് ഇങ്ങനെ അങ്ങ് പോയല്ലോ. എന്റെ മനുഷ്യ, ഇങ്ങനെ പറയാതെ, ദൈവദൂഷണം ഒന്നും പറയാതെ നമ്മൾ പ്രാർത്ഥിക്കലില്ല. അച്ഛനെങ്കിലും വന്ന് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എന്തായാലും ആയിട്ട് നീ പോയിട്ട് ആ കുരുത്തം കെട്ട പിള്ളേരെ ഇങ്ങ് വിളിച്ചോണ്ട് പോവാ. നല്ല കാര്യം. അച്ഛൻ വന്ന് ഭവന സന്ദർശനവും കഴിഞ്ഞു പോയാലും അവരൊന്നും എണീറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ? 2 മണി 3 മണി വരെ ഫോണിൽ കുത്തി ഇരിപ്പല്ലേ അവരുടെ മണി. നിങ്ങളുടെയല്ലേ? നീയും അത് തന്നെയല്ല ചെയ്യുന്നേ. എന്തുവാണ് ഇത്? കണ്ടൂടെ? സോറി. ഓഹോ, കാലത്ത് നേരത്തെ ആണല്ലോ. 10 മണി ആയപ്പോൾ ഏറ്റിങ് വന്ന തലേ ചൊറിഞ്ഞോണ്ടിരിക്കാണ്ട് പോയി റൂം വൃത്തിയാക്കിയിടതാ. എന്റെ റൂം വൃത്തിയാക്കണ്ടേ? ഇവിടെ ഇന്ന് അച്ഛൻ വീട്ടിൽ വരുന്ന ദിവസമാണെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ വരട്ടെ, നീ ആ മക്കളെ അവരെയും കൂടെ കൂട്ട്. അമ്മ പോയി വിളിക്കവരെ. പറഞ്ഞ കേൾക്കൂലേ? നീ ആ ബൈബിള് കണ്ടോ? മനുഷ്യനെ കൊണ്ട് അത് ഉപയോഗിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നീ അപ്പടി എല്ലാരോടും ആയിട്ട് ഞാൻ പറയുക, 10 മിനിറ്റ് ബൈബിള് തപ്പി എടുത്തോണം. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങാനും ഇവിടെ കണ്ടില്ലേ നാണക്കേടാവും. പറഞ്ഞേക്കാം, ഈ അമ്മേനെ തോറ്റു പോവണല്ലോ. അമ്മോ അടിച്ചു കയറിയിട്ട് നീ പോയി ആ വെള്ളത്തുണി എടുക്ക്. അച്ഛൻ വരുമ്പോ ഇവിടെ വൃത്തികേടായിട്ടെങ്ങാനും കിടന്ന്. കുരിശന്തിയെ ചേട്ടാ, ബൈബിള് കിട്ടിയോ? എവിടെ കിട്ടാനാണ്? നീ എവിടെയും കൊണ്ടേ എടി കൊച്ചേ, നീ പോയിട്ട് എന്റെ കൊച്ചെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ആ മേരിയാന്റിനെ അവളെ പട്ടിയില്ലേ, നമ്മുടെ പൂച്ചേനെ ഓടിച്ചപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞു. വാഴ കിട്ടാവുന്ന എല്ലാം അമ്മ വിളിച്ചു. എടി കൊച്ചെ പറഞ്ഞാ കേട്ടിട്ട് അവരുടെ സ്വഭാവം ശരിയല്ല. അമ്മയുടെ സ്വഭാവം അത്ര ശരിയല്ല. എടി കൊച്ചെ പറഞ്ഞാ കേട്ടിട്ട് പോയിട്ട് ബൈബിള് പെട്ടെന്ന് ശരിക്കൊന്ന് തൂക്കടി. ഞാൻ തൂക്കാറില്ലേ? കാരണവന്മാര് പറഞ്ഞു. നീയായിരുന്നോടി? നീ എന്റെ അടി ഒന്നും പറയണ്ടടി. ഇവിടെ നല്ല ഒന്നാന്തര ഒരു ബൈബിൾ ഉണ്ടായിരുന്നേ. എന്നാ പറയാ, നീ കുരുത്തക്കെട്ട് പിള്ളേരത് മൊത്തം കീറി നശിപ്പിച്ചു തരും. ഞാൻ ആര് കണ്ടു? ഇവിടെ ഞാൻ കൊടുത്തു വിട്ടെ, അമ്മൂന്റെ കൈ കൊടുത്തു വിട്ടേക്കാടി. ഞാനുണ്ടല്ലോ, നീ വരുന്ന അവരുടെ ചായയൊക്കെ എന്നാലും പോയി ശരിയാ. നീ ഒന്നും ഓർക്കല്ലേ, എനിക്ക് സമയമില്ലായിട്ടാ. ഒരു കാര്യേ വേണം വിട്ടോടി, എനിക്ക് സമയമില്ലായിട്ടാണ്. എന്നാ ശരി, പിന്നെ കാണാം നമുക്ക്. ഓണി വിളിക്കാം. പോവാണോടി ചേട്ടാ? അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മോളിക്കല്ലടിക്കുന്നു. എന്തേ വിളിക്കണി എല്ലാരും? ഇവിടെ ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി ഇവിടെ? അമ്മച്ചി അകത്തുണ്ട്.
എടി അമ്മു, നീ പോയി അമ്മച്ചിയെ വിളിച്ചോണ്ട് വാ. അച്ഛാ ഇരിക്കൂ. മൈക്കിളിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഓ എങ്ങനെയൊക്കെയോ പോകുന്നു. അമ്മച്ചി ശരിയായിരിക്കും. മൈക്കിളിനെ പള്ളിയിലേക്ക് കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. അച്ഛാ എങ്ങനെ വരാനാ അച്ഛോ? ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമല്ലേ? ഇന്നൊന്ന് വന്ന അര ദിവസം പോക്കാം. ഞായറാഴ്ച ദിവസം കടമുള്ളതാണെന്ന് അറിഞ്ഞൂടെ? അച്ഛൻ ആ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞങ്ങളുടെ അങ്ങേ വീട്ടിലെ ആ മേച്ചേച്ചി ഉണ്ടല്ലോ, 1000 രൂപ കടം മേടിച്ചു വെച്ചാ ഇതുവരെയും തന്നിട്ടില്ല. പിന്നെ ആണെങ്കില് എനിക്കൊന്നും പറയാനില്ല അച്ഛാ. ഞാൻ എത്ര ദിവസം അവരുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുന്നത്? എനിക്ക് വയ്യ അച്ഛാ. ഞാൻ ആ കടത്തിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ ഒരുങ്ങി പങ്കെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അച്ഛൻ ആ പറഞ്ഞത് ശരിയാ. ഈ ഇടവകയിൽ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ അച്ഛൻ. മക്കൾ ഇങ്ങനെ തന്നെ അച്ഛാ. ആ പണി എന്താ ചെയ്യാനാ? പുസ്തകങ്ങളുടെ പിള്ളേർ പള്ളിയിലും പോകത്തില്ല, ഇന്നും പോകത്തില്ല. നീ എന്തിനാണോ പഠിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുമോ? നിന്നെ പള്ളിയിലോട്ട് കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ലാസ്റ്റ് എന്നാ ഒരു നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ഓണത്തിനാകുമ്പോൾ ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരടാ? മാവേലിയോ? നിന്റെ കാര്യം എങ്ങനെയാടി? ഭയങ്കര തിരക്കാ അച്ഛാ. തിരക്കാ, ആകെപ്പാടെ തിരക്കാ, ഇല്ലാത്ത തിരക്കാ. രാവിലത്തെ ബാഡ്മിന്റൺ ക്ലാസ്, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈവനിങ് ക്ലാസ്, ട്യൂഷൻ, ഡാൻസ് പ്രാക്ടീസ്, അതിനിടയ്ക്ക് സമയം കിട്ടാറില്ല. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പള്ളിയിലും കുർബാനയ്ക്കും ഒക്കെ വലിയ സ്ഥാനമുണ്ട്. നീയോടി? ഞാൻ പള്ളി വരാറുണ്ട് അച്ഛാ. അച്ഛൻ എന്നെ കാണാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നിന്നെ പള്ളിയുടെ മുമ്പിൽ കണ്ടുകൊള്ളണം. ഞാൻ ഏറ്റവും മുന്നിൽ വന്ന് നിന്നോളാം അച്ഛാ. വരുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതെങ്ങനെയാ അച്ഛോ? കുടുംബ പ്രാർത്ഥന ചില സമയം കിട്ടണ്ടേ? ആ സമയത്തൊന്നും ആരും ഇല്ല അച്ഛോ ഇവിടെ. ഞാൻ തന്നെ അവിടെ ചെല്ലും. ആ സമയം ആരും വരുന്നില്ല. എന്താ മൈക്കിളെ ഇത്? ഓ എന്ത് ചെയ്യാനാ, തിരക്ക് അല്ലാതെന്താ. എല്ലാവർക്കും തിരക്ക്. ഇങ്ങനെ പോയാൽ എങ്ങനെ മുമ്പോട്ട് പോകും? മക്കളെയൊക്കെ നല്ല വഴിക്ക് നടത്തണ്ടേ? ആഗ്രഹമുണ്ട് അച്ഛോ, നടക്കണ്ടേ. ഞങ്ങൾ നല്ല വഴിക്ക് തന്നെ നടക്കുന്നത്. അച്ഛനും അമ്മയാ ചീത്ത വഴിക്ക് നടക്കുന്നത്. കണ്ടോ, ഇത് തന്നെയാണ് പ്രശ്നം. എന്നതാ ഇത്? കുറച്ചു നേരമെങ്കിലും അലമ്പില്ലാതിരുന്നുകൂടി? നിങ്ങൾക്ക് ഇങ്ങനെ തിരക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാനെങ്കിലും സമയം കിട്ടാറുണ്ടോ? ഫുഡ് കഴിച്ചില്ലേലും കുടിച്ചില്ലേലും ട്യൂഷനാവും. അതാണ് ഇവിടുത്തെ റൂൾ. പക്ഷെ എന്റെ പിതാവേ, ഇതിലും നല്ലതല്ലോ ഉഗാണ്ടയിലുമായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ എഫേസൂസ് 5:8 എടുത്തൊന്ന് വായിച്ചു. അതൊക്കെ എന്തറിയാനോ? ഓ, നിങ്ങളിങ്ങനെ തർക്കിച്ച് വഴക്കുണ്ടാക്കണ്ട. അതും ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ്. പ്രകാശത്തിന്റെ ഫലം നന്മയിലും നീതിയിലും അധിഷ്ഠിതമാണ്. മക്കളെ, ഇത് കൈത്താക്കാലമല്ലേ? അവരെ വഴക്ക് പറഞ്ഞിട്ടോ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. വേദപാഠത്തിനും പള്ളിയിലും കുർബാനയ്ക്കും ഒക്കെ പറഞ്ഞു വിടേണ്ട സമയത്ത് ട്യൂഷന് പറഞ്ഞു വിട്ടാൽ ഇവരിതൊക്കെ എങ്ങനെ അറിയും? മക്കളെ, കൈതാക്കാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലമാണ്. വിളവെടുപ്പിന്റെ കാലം എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്ന കാലം. എന്നാൽ നമ്മളൊക്കെയോ ഇന്ന് ഈ ലോകത്തിൻ്റെതായ ഫലങ്ങളുടെ പുറകെയാണ്. സാധിക്കുമ്പോഴൊക്കെ കുർബാനയിൽ പങ്കെടുക്കാനും മക്കളെ സൺഡേ സ്കൂളിൽ അയക്കാനും ഒക്കെ മൈക്കിളിന് സാധിക്കണം.
ഇതൊക്കെ നടക്കുമോ അച്ഛോ? ഇതൊക്കെ നടക്കണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. നമ്മൾ ഈ നേടിയ നേട്ടവും പെരുമയും ഒന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുകയില്ല. മക്കളെ നന്മയിലേക്ക് നടത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതലെങ്കിലും സാധിക്കുമ്പോഴൊക്കെ ഞായറാഴ്ച കുർബാന മുടക്കാതെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും മക്കളെ സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും ഒക്കെ ശ്രമിക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛോ. ഞങ്ങൾ ഇനി മുതൽ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കും. ഞങ്ങള് കുടുംബ പ്രവർത്തനം മുടക്കില്ല അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. താങ്ക് യു.